എന്നിട്ട് നീയും കൂടി ശരിക്കും തിരിച്ച് പ്രതികരിച്ചെങ്കിൽ അത് തിരിച്ച് ശക്തരാകും. ശക്തരായി കഴിഞ്ഞ് ഡോർ തുറന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നടക്കാൻ പോണത് അകത്ത് നടക്കാൻ ഭീകരമായിട്ട് മിക്കവാറും കൊലപാതകം എന്തെങ്കിലും. അന്ന് സംഭവം കഴിഞ്ഞിട്ട് ശേഷം രാത്രി വിളിച്ചത് കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് മീഡിയ എന്ന് അറിയരുത്, ഇത് ഹെഡ് അവിടെ ഹെഡ് ഇതൊക്കെ അറിഞ്ഞു. അപ്പൊ ഇനി മീഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. എല്ലാവർക്കും നമസ്കാരം. 2-3 ദിവസം കൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. ബിനു അടിമാലി ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ എടുത്തിട്ട് ഇടിച്ചത്. തന്റെ സോഷ്യൽ മീഡിയയും കൂടി ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വ്യക്തി. അപ്പൊ അങ്ങേരെ എടുത്തിട്ട് ഇടിക്കുകയും തുടർന്ന് അങ്ങേര് അത് പബ്ലിക്കിനോട് പറയുകയും ന്യൂസിൽ വരികയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതേ തുടർന്നിട്ട് ഈ പറയുന്ന ജിനേഷിന്റെ ക്യാമറയും ഒക്കെ എടുത്തിട്ട് എടുത്ത് എറിഞ്ഞിട്ട് അവസാനം ബിനു അടിമാലിയുടെ വേർഷൻ വന്നപ്പോൾ അവിടെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. മകളെ കൊണ്ട് സത്യം ഇടുന്നു. ഇതൊക്കെ കാണുമ്പോൾ കുറെ പേര് വിശ്വസിക്കും കേട്ടോ. സീരിയസ്ലി പറയാമല്ലോ, വിശ്വസിക്കും. സ്വന്തം മകളെ കൊണ്ടൊക്കെ സത്യം ഇടുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ഉറപ്പായിട്ട് വിശ്വസിക്കും. എന്തായാലും താനൊരു അഭിനേതാവാണെന്നുള്ള രീതിയിൽ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അടിമാലി പറയുന്നത് അവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. എവിടെ ഈ പറയുന്ന ജിനേഷിനെ മുറിക്കകത്ത് കൂട്ടിയിട്ട് ഇടിച്ചിട്ടുമില്ല, ക്യാമറ തല്ലി പൊട്ടിച്ചിട്ടുമില്ല എന്ന രീതിയിലാണ് ഈ പറയുന്ന ബിനു അടിമാലിയുടെ വെർഷൻ സൂരജ് പാലക്കാരന്റെ ട്രൂ ടിവിയിൽ കണ്ടത്. അപ്പോ നിലവിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ പറയുന്നത് പോലെ പിന്നെ എന്തിനാണ് അവിടെ കേസ് എടുത്തത് എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരും. പിന്നെ അതുപോലെ തന്നെ ഈ പയ്യൻ എന്താ ഇങ്ങനെ, ഇവൻ എന്താ ഇങ്ങനെ, ഈ പറയുന്ന ജിനേഷ് ഇവൻ എന്തിനാ വെറുതെ അടിമാലിയെ കരിവാരി തേക്കാൻ വേണ്ടി ഇറങ്ങിയോ? അവന്റെ സ്വന്തം ഇമേജും കൂടി നാട്ടിച്ച് അവനും പറയുന്നുണ്ട് അവന്റെ 2 പെൺമക്കളും കുടുംബമൊക്കെ ഉള്ളതാണ്. അവൻ എന്താ അവന്റെ ജീവൻ പണയം വെച്ച് അവൻ കളത്തി ഇറങ്ങി കളയും? ഇല്ല. അപ്പോ ഈ പറഞ്ഞതുപോലെ അടിമാലി ഒന്നും നടന്നിട്ടില്ല, അടിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല, മിഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അന്നേ ദിവസം അവിടെ ഉള്ള വേറൊരാള് ഈ പറയുന്ന ജിനേഷിനെ വിളിച്ച് സംസാരിച്ച് ഒരു വോയിസ് ഉണ്ട്. എടാ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ നൂത്ത് കളയും അവൻ കയറി എന്നുള്ള രീതിയിൽ ഒരു വോയിസ് ഉണ്ട്. ആ വോയിസ് ഞാൻ ഫസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. എന്നിട്ട് നീയും കൂടി ശരിക്കും തിരിച്ച് പ്രതികരിച്ചെങ്കിൽ അത് തിരിച്ച് ശക്തരാകും. ശക്തരായി കഴിഞ്ഞ് ഡോർ തുറന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നടക്കാൻ പോണത് അകത്ത് നടക്കാൻ ഭീകരമായിട്ട് മിക്കവാറും കൊലപാതകം എന്തെങ്കിലും നടക്കുക. ഞാനിപ്പോ ഒന്നുകൂടി ആക്റ്റീവായി, അതായത് ആളിപ്പോ അത്രയ്ക്കും എന്തൊക്കെ പറഞ്ഞു കൂട്ടി അത് ഇതിനനുസരിച്ച് ഞാനും കൂടി അവിടെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതാവും നിന്നെ പിടിച്ചേക്കണു. അവൻ നിൽക്കണം, നീ വെറുതെ ഇരിക്കുകയാണ്, മലന്നിരിക്കുകയാണ്. അപ്പൊ നിന്റെ മുഖത്ത് പാടുമൊക്കെ ഉണ്ടായിട്ട് ഞാൻ ചവിട്ടി തുറന്നു. ഇപ്പൊ ഞാൻ ചവിട്ടി തുറക്കാൻ ഞാൻ അവിടെ സ്ഥലത്തില്ല. അത് രൂക്ഷമായി നീ പ്രതികരിച്ച് എന്തായിരിക്കും. അപ്പൊ കണ്ടല്ലോ, ചവിട്ടി തുറന്നു, അതുപോലെ അവൻ പിടിച്ച് നൂത്ത് വെച്ചിരുന്ന്. പിന്നെ ഈ പറയുന്ന ജിനേഷ് തിരിച്ച് പ്രതികരിച്ചിരുന്നെങ്കിൽ കുറെ കൂടി വഷളാവാറ്. 2 കൂടി അടിയായിരുന്നെങ്കിൽ ഉറപ്പാണ് കുറെ കൂടി വഷളാവുന്നത്. പിന്നെ ഞാനിപ്പോഴും പറയാം, ദേഹത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ ഏത് കൊമ്പത്തവനായാലും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഇന്നലെ അടിമാലിയുടെ കരച്ചിൽ കണ്ടപ്പോ അപ്പോ ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റുക, കുറച്ച് കണ്ണീര് കാണിക്കുക. ഈ ഒരു സാധനം ഒരു അഭിനേതാവ് എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലുള്ള സാധനം വെർഷൻ വാരി എറിയുമ്പോൾ എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അടിമാലിയുടെ വെർഷനിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും തെളിയിക്കട്ടെ എന്നുള്ള രീതി. പക്ഷെ ഇതാ ഈ വോയിസും കൂടി കേട്ടപ്പോൾ വ്യക്തമായി അവിടെ അടി നടന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ക്യാമറയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. സ്റ്റേഷനിൽ നിന്ന് ക്യാമറ എടുത്തോണ്ട് പോയതിൻ്റെതും പിന്നെ ഈ പറയുന്നത് പോലെ സർവീസിന് കൊടുത്തതും കാര്യങ്ങളൊക്കെ ഇവിടെ ബില്ലും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ ഈ പറയുന്ന ജിനേഷിന്റെ കൊങ്ങയ്ക്ക് പിടിച്ചതിന് തെളിവ് കൊണ്ടുവരാനൊക്കെയാണ് ബിനു അടിമാലി പറഞ്ഞ വെച്ച ഒരു രീതി. അപ്പൊ ആ രീതിക്ക് ഉത്തരമായിട്ട് ഹോസ്പിറ്റലിൽ എന്നുള്ള പേപ്പറും മറ്റേ ബില്ലും കാര്യങ്ങളും എന്താ ഇവിടെ കൊടുക്കാം. അപ്പൊ ഇതൊക്കെ കാണുമ്പം പിന്നെ ഇനി എന്താണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ബിനു അടിമാലി കള്ളം പറയുന്നത്? അതും സ്വന്തം മകളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത ഒരു കള്ളം വെർഷൻ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഷ്ടം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്തായാലും അടിമാലിയുടെ ഒറിജിനൽ സ്വഭാവം നാട്ടുകാർ അറിഞ്ഞു. ഇനി അവിടെ കിടന്ന് മെഴുകാണ്ട് ഒന്നുകിൽ അത് നിയമപരമായി നേരിടുക, അല്ലെങ്കിൽ ആ വെർഷൻ ഒരു മാപ്പ് പറഞ്ഞെങ്കിലും തീർക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇനി അവിടെ കിടന്ന് മെഴുകാൻ നിൽക്കരുത്. ഒരു സോറി പറഞ്ഞ് ജിനേഷിന്റെ അടുത്ത് ഒരു സോറി പറഞ്ഞ് ആ വെർഷൻ അങ്ങ് തീർത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ അങ്ങ് തീരും. മനസ്സിലായി? അല്ലാണ്ട് ഇനിയും കിടന്ന് മെഴുകി അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞുണ്ടാക്കാണ്ട് ഇരിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, ജിനേഷിന് ഇവിടെ വന്നിട്ട് ബിനു അടിമാലി എന്ന വ്യക്തിയെ കരിവാരി തേച്ചിട്ട് ഒന്നും നേടാനില്ല. അത് വാസ്തവം മനസ്സിലാക്കുക. എന്തായാലും ഈ പറയുന്ന ജിനേഷ് കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. അന്ന് സംഭവം കഴിഞ്ഞിട്ട് ശേഷം രാത്രി വിളിച്ചത് കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് മീഡിയ എന്ന് അറിയരുത്, ഇത് ഹെഡ് അവിടെ ഹെഡ് ഇതൊക്കെ അറിഞ്ഞു. അപ്പൊ ഇനി മീഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ആളെ തന്നെ ഉപയോഗിക്കും, അതായത് ഇതിന്റെ സോഷ്യൽ മീഡിയ കേസും പറഞ്ഞ് ഉപയോഗിക്കരുത്. എന്റെ പുതിയ ക്യാമറ എനിക്ക് മേടിച്ചു തരണം പറഞ്ഞു.
അപ്പൊ അവര് പറഞ്ഞു ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആളായിട്ട് സംസാരിച്ചു. ആള് അവരുടെ ടീമായിട്ട് സംസാരിച്ചു. പിന്നെ സംസാരിച്ചു. ആളെങ്ങനെ അടുക്കുള്ള ആള് പറയണ ഞാൻ അവന് കേസ് എവിടെ വരെ പോണ്ടെന്നാലും അവന് ഞാൻ ക്യാമറ മേടിച്ചു കൊടുക്കില്ല. മനസ്സിലായി. അപ്പൊ ക്യാമറ പൊട്ടിച്ചിട്ടില്ല എന്ന് പറയുന്ന ആള് പിന്നെ ഈ സംസാരത്തിന് വരുമോ അല്ലെ? കോമൺ സെൻസിൽ ചിന്തിച്ചാ പോരെ. അന്ന് രാത്രി അവിടെ നിന്ന് വിളിച്ച റെക്കോർഡ് ഉണ്ട് എന്റെ ഫോൺ റെക്കോർഡ്. ആരാ ബിനോടിമാലിയാണ് വിളിച്ചത്? വേറെ ആരെങ്കിലും ആണോ? അല്ലല്ല, അവിടെ നിന്ന് സ്റ്റാർ മാജിക്കിന്റെ ടീം തന്നെ വിളിച്ചു. അവിടുന്ന് വിളിച്ചതിന്റെ നമുക്കെന്തായാലും ജിനേഷ് ബ്രോ ഒരു കാര്യമുണ്ട്. ഇതിലിപ്പോ ജിനേഷ് ബ്രോ അയാള് വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, മകളെ പിടിച്ചൊക്കെ സത്യം പറയുമ്പോ എന്താണെങ്കിലും നാട്ടുകാർ ഇതിൽ ചെറിയൊരു ഇതിങ്ങനെ വിചാരിക്കും ജിനേഷ് ബ്രോ നോണ അറിയാണോ എന്നുള്ളത്. അപ്പൊ പിന്നെ ഞാനൊരു കേസ് പറയട്ടെ. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. കേട്ടല്ലോ, ഈ പറയുന്ന പോലെ ക്യാമറ തല്ലി പൊട്ടിച്ചിട്ടില്ല എന്ന് പറയുന്ന ഭാഗത്തിന് അവിടെ കോംപ്രമൈസിന് ശ്രമിച്ചിരിക്കുന്നു. എടാ, ഞാൻ ഒരു കാര്യം സീരിയസിൽ പറയും. ബിനു അടിമാലി തനിക്ക് പണവും പവറും ഒക്കെ ഉണ്ടെങ്കിൽ പാവങ്ങളുടെ നെഞ്ചത്തെല്ലാം ഇടിച്ചു കയറേണ്ട. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇവിടെ പ്രതികരിക്കും, ഇതുപോലെ വരും, അവസാനം ഇതുപോലെ ഫേക്ക് ഫേസുകളെല്ലാം ഉരിച്ചിറക്കും നാട്ടുകാര്. മനസ്സിലായ? ചുമ്മാ എന്തിനാണ് അത് കോംപ്രമൈസ് ചെയ്യുക, അവന് കൊടുക്കാനുള്ള പൈസ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ അവന് കുറെ ഈ പൈസ അയച്ചു കൊടുത്തിട്ട് താൻ പറഞ്ഞത് താൻ കടം കൊടുത്ത് അവൻ തിരിച്ചു തന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ്. അത് ഏതൊക്കെ ക്രൂവിനും കാര്യങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കാനുള്ള പൈസയാണ് താൻ അയച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. തനിക്ക് നാണമില്ലെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞു ഒരുത്തനെ വലിച്ചു കയറാൻ. താനൊരു സോറി പറയുക, അവന് ചെയ്യാനുള്ള ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ളതേ ഉള്ളൂ ആ പ്രശ്നം. അവന്റെ ക്യാമറ ശരിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ചെലവായ പൈസ അവന് കൊടുക്കുക, ഒരു സോറി പറ, ഇവിടെ പ്രശ്നം തീരും ചിലപ്പോ. അല്ലാണ്ട് വന്നിരുന്നിട്ട് കരഞ്ഞ് കണ്ണീര് കാണിക്കുമ്പോൾ കുറെ ആൾക്കാർ വീഴും കേട്ടോ. ഞാൻ ഇന്നലെ ആ വീഡിയോയില് വ്യക്തമായിട്ട് പറയാൻ എനിക്ക് എന്തോ ഡൈജസ്റ്റ് ആവണില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു. പിന്നെ സ്വന്തം മകളെ വെച്ച് സത്യം ചെയ്തപ്പോൾ ഞാൻ ഒരു നിമിഷം ഒന്ന് പറഞ്ഞേ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. മനസ്സിലായി? അതൊക്കെ അങ്ങനെ അത് സൈക്കോളജിക്കൽ മൂവാണ് അടിമാലിയുടെ. മനസ്സിലായി? നാട്ടുകാരെ പറ്റിക്കുക, നാട്ടുകാരെ വീണ്ടും മണ്ടന്മാരാക്കുക എന്നുള്ളൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഈ പറയുന്ന അടിമാലി അവിടെ ഇറക്കിയത്. എന്തായാലും മനസ്സിലായ അടിമാലി, ഇനി ചുമ്മാ കടന്ന് മെഴുകാൻ നിൽക്കാതെ അവന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കിട്ടാനുള്ള കയറെന്ന് വാങ്ങിച്ച് വീണ്ടും ഉള്ള ഇമേജും കൂടി ബാക്കിയും കൂടി വലിഞ്ഞു കയറി ചവരി വിട്ടിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരും. ചുമ്മാ എന്തിനാ സ്വയം വീണ്ടും നാറുന്നത്? ഇത്രയും നാറിയതൊക്കെ പോരെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. മനസ്സിലായോ? പാവങ്ങളുടെ നെഞ്ചത്തൊക്കെ ഇടിച്ച് കയറുമ്പോൾ അടിമാലി ആലോചിക്കണം. ഇങ്ങനെ ഫേക്ക് ഫേസും വെച്ച് നടക്കാതെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കും. പിന്നെ കൊല്ലം സുധിയുടെ വീട്ടിൽ അഭിനയിച്ചു പോയെന്ന് പറഞ്ഞു. ഉളുപ്പില്ലെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. മനസ്സിലായ? വീൽ ചെയറിന്റെ ആവശ്യമില്ലെങ്കിലും അവിടെ പോയിട്ട് ആൾക്കാരുടെ സഹതാപം പിടിച്ചു മാറ്റാൻ സ്വന്തം കൂട്ടുകാരനാണ്, സ്വന്തം കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും സ്വന്തം കൂട്ടുകാരനുമാണ് സംഭവിച്ചത്. അതൊക്കെ പോയിട്ട് അവിടെ ഒരു കണ്ടന്റ് ആക്കുക, നാട്ടുകാരുടെ സഹതാപം പിടിച്ചു പറ്റുക, വളരെ മോശമാണോ? വളരെ മോശം. കുറച്ച് മനുഷ്യത്വവും കാര്യങ്ങളൊക്കെ വേണം മനുഷ്യനായ. ഒരു ജീവിതമേ ഉള്ളൂ. ജീവിക്കുമ്പോൾ കുറച്ച് മനുഷ്യത്വത്തോടെയൊക്കെ ജീവിക്കണം. എല്ലാം ഒരു കണ്ടന്റ് നാട്ടുകാരുടെ സഹതാപം പിടിച്ചു പറ്റണമെന്ന് അത് ഭയങ്കര ട്രിഗർ ചെയ്തൊരു കാര്യമാണ് കേട്ടോ എനിക്ക്. കൊല്ലം സുധീരെ വീട്ടിൽ പോയിട്ട് അഭിനയിച്ചതാണെന്ന് പറയാം. ഈ ജിനേഷിന് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പക്ഷെ നിങ്ങൾ പറയുന്നതിൽ തന്നെ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും ഭയങ്കര മോശമാണ് അടിമാലി. അത് ഒരു സോറി പറഞ്ഞോ എങ്ങനെയെന്ന് വെച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുക, അല്ലെങ്കിൽ ഇത് വലിച്ച് നീട്ടിക്കൊണ്ടുപോകുക. നിങ്ങൾ തന്നെ ഏറിപ്പോകും. കാരണം സത്യം ജിനേഷിന്റെ ഭാഗത്താണെന്ന് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട്, കുറച്ച് ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അവന് കടം കൊടുത്തേണ്, അവൻ തിരിച്ചു തന്നില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവന്റെ കയ്യിൽ ബാക്കി ആശുപത്രിയിൽ പോയതും ക്യാമറ സർവീസും എല്ലാത്തിന്റെ ബില്ലും കാര്യങ്ങളും ഉണ്ട്. ചുമ്മാ കിടന്ന് ഇനി കള്ളം പറഞ്ഞ് മെഴുകാൻ നിൽക്കാതെ അടിമാലി.